शांति शांति ओम शांति शांति। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति शांति ओम शांति। ഓം ശാന്തി. ഇന്ന് 8/1/22. बाबा कहते, मीठे बच्चे, ज्ञान रत्नों को धारण कर रूहानी हॉस्पिटल यूनिवर्सिटी खोलते जाओ, जिससे सबको हेल्थ वेल्थ मिले. ബാബ പറയാണ്, മധുരമായ കുട്ടികളെ, ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്ത് ആത്മീയ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി തുറന്നുകൊണ്ടേ പോകൂ. ഇതിലൂടെ എല്ലാവർക്കും ഹെൽത്തും വെൽത്തും ലഭിക്കും. ജ്ഞാനരത്നങ്ങൾ ധാരണം ചെയ്ത് ആത്മീയ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി തുറന്നുകൊണ്ടേ പോകൂ. ഇതിലൂടെ എല്ലാവർക്കും ഹെൽത്തും वेल्थ लभिक्कुम. प्रश्न, बाप का कौन सा कर्तव्य कोई भी मनुष्य आत्मा नहीं कर सकती है? ബാബ ചെയ്യുന്ന ഏതൊരു കർത്തവ്യം മനുഷ്യ ആത്മാക്കൾക്ക് ആർക്കും തന്നെ ചെയ്യാൻ കഴിയില്ല. ബാബ ചെയ്യുന്ന ഏതൊരു കർത്തവ്യം മനുഷ്യ ആത്മാക്കൾക്ക് ആർക്കും തന്നെ ചെയ്യാൻ കഴിയില്ല.
उत्तराണ് आत्मा को ज्ञान का इंजेक्शन लगाकर उसे सदा के लिए निरोगी बनाना एक कर्तव्य कोई भी मनुष्य कर नहीं सकते. ഉത്തരാണ് ആത്മാവിന് ജ്ഞാനത്തിന്റെ ഇഞ്ചക്ഷൻ എടുത്ത് അവരെ സദാകാലത്തേക്ക് നിരോഗിയാക്കി മാറ്റുക അല്ലെ. ആ ആത്മാവിനെ സദാകാലത്തേക്ക് നിരോഗിയാക്കി മാറ്റുക ഈ കർത്തവ്യം മനുഷ്യർക്കാർക്കും ചെയ്യാൻ കഴിയില്ല. जो आत्मा को निर्लेप मानते ही वह ज्ञान का इंजेक्शन कैसे लगाएंगे. ആരാണോ ആത്മാവിനെ നിർലേപം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ജ്ഞാനത്തിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ എങ്ങനെ കഴിയും. കർത്തവ്യ ഏക് അവിനാശി സർജൻ കാ ഹി ഹെ. അപ്പൊ ഈ കർത്തവ്യം ഒരേ ഒരു അവിനാശി സർജനായ ബാബയുടേതാണ്. जो ऐसी ज्ञान योग की दवाई देते हैं जिससे अदा कल्प के लिए आत्मा और शरीर दोनों ही हेल्थी वेल्थी बन जाते हैं. ബാബ ജ്ഞാനയോഗത്തിന്റെ അങ്ങനെയുള്ള മരുന്ന് നൽകുന്നു. അതിലൂടെ അരക്കൽപ്പത്തേക്ക് വേണ്ടി ആത്മാവും ശരീരവും രണ്ടും ഹെൽത്തിയും വെൽത്തിയുമായി മാറുന്നു. അല്ലെ, ബാബ ജ്ഞാനയോഗത്തിന്റെ അങ്ങനെയുള്ള മരുന്നാണ് നൽകുന്നത്. അതിലൂടെ ആത്മാവ് അരക്കൽപ്പത്തേക്ക് ആത്മാവും ശരീരവും രണ്ടും ഹെൽത്തിയും വെൽത്തിയുമായിട്ട് മാറുന്നു. ഗീതം ഏ വക്ത് ജാ രഹാ ഹേ. ഈ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ओम शांति. किसने कहा कि बाकी थोड़ा समय है. ബാബ ചോദിക്കുകയാണ്, ആരാണ് ഇങ്ങനെ പറഞ്ഞത് അല്ലെ, ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ. ബഹുത്ത് ഗയി അബ് തോടി കി ഹി തോടി രഹി. വളരെ സമയം കഴിഞ്ഞുപോയി, ഇനി വളരെ കുറച്ച് ബാക്കിയുള്ളൂ. അബ് തും ഇസ് പുരാനി ദുനിയാ മേ ബൈഠേ ഹോ. അവർ നിങ്ങൾ കുട്ടികളാണെങ്കിൽ ഈ പഴയ ലോകത്തിലാണ് ഇരിക്കുന്നത്. യഹാന്തോ ദുഃഖ് ഹി ദുഃഖ് ഹേ. ഈ പഴയ ലോകത്തിലാണെങ്കിൽ വളരെയധികം ദുഃഖമാണ്. സുഖക്ക നാം നിശ നഹി ഹേ. അല്ലെ, ഈ ലോകത്തില് സുഖത്തിന്റെ പേരോ അടയാളമോ ഇല്ല. സുഖ് ഹേ ഹി സുഖധാമേ. യഥാർത്ഥത്തിൽ സുഖം ലഭിക്കുന്നത് സുഖധാമത്തിലാണ്. കലിയുഗോ കാത്തെ ഹി ദുഃഖധാം. ബാബ പറയാ, ഈ കലിയുഗത്തെ ദുഃഖധാമം എന്ന് പറയാം. അപ്പൊ ബാബ കാത്തെ ജബ്കി മേ ആയാ ഹും തുമകോ സുഖധാം ലേ ചലനെ കെ ലിയേ തോ ഫിർ ക്യോം രുക്കേ ഹുയി ഹോ. ബാബ പറയാണ്, മക്കളെ ഞാൻ വന്നിരിക്കുകയാണല്ലോ നിങ്ങളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ തന്നെ അല്ലെ നിൽക്കുന്നത്? ദുഃഖധാം സെ ക്യോം ദിൽ ലഗി ഹുയി ഹെ. ബാബ ചോദിക്കുക, ഞാൻ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു അല്ലെ, നിങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിന്നു പോകുന്നു? ബാബ ചോദിക്കുക, എന്താ ഈ ദുഃഖധാമത്തിനോട് മനസ്സ് ഉടക്കി കിടക്കുകയാണോ? ദുഃഖധാം കെ ബാത്യോം സെ അഥവാ ഇസ് പുരാനി ശരീർ സെ ക്യാ ദിൽ ലഗി ഹെ. ബാബ ചോദിക്കുക, ഈ ദുഃഖധാമത്തിലെ ബന്ധുമിത്രാദികളോട് അഥവാ ഈ പഴയ ശരീരത്തില് മനസ്സ് ഉടക്കി കിടക്കുകയാണോ? എന്തുകൊണ്ടാണ് അല്ലെ സുഖധാമത്തിലേക്ക് പോകാൻ ഇത്രയും വിഷമം എന്ന് ബാബ ചോദിക്കാണ് അല്ലെ. പഴയ ബന്ധുമിത്രാദികളിലും അല്ലെ പഴയ ശരീരത്തിലും ഒക്കെ കുട്ടിയുടെ മനസ്സ് ഉടക്കി കിടക്കുകയാണോ? ആ മായേ തുങ്ക സുഖധാമിൽ ഏച്ചെന്നേക്കില്ലേ. ബാബ പറയാൻ, ഞാൻ വന്നിരിക്കുന്നതേ നിങ്ങളെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. സന്യാസി कहते हैं इस दुनिया का सुख को कागाविष्ट समान है इसलिए उनका सन्यास करते हैं. ഇനി സന്യാസിമാരാണെങ്കിലും പറയും, ഈ ലോകത്തിലെ സുഖം കാകവിഷ്ട സമാനമാണ് അല്ലെ, അതുകൊണ്ട് അവര് എല്ലാം സന്യസിക്കുന്നു. തും ബച്ചോങ്കോ അവ സുഖധാം കാ സാക്ഷാത്കാർ ഹുവാ ഹേ. ബാബ പറയാ, നിങ്ങൾ കുട്ടികൾക്ക് അല്ല വരാൻ പോകുന്ന സുഖധാമത്തിന്റെ സാക്ഷാത്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്.
ये पढ़ाई है ये സ്വദാം के लिए യഥാർത്ഥത്തിൽ ഈ പഠിപ്പ് സുഖധാമത്തേക്ക് അല്ലെ അതിലേക്ക് പോകാൻ വേണ്ടിയുള്ളതാണ്. इस पढ़ाई में कोई भी तकलीफ नहीं है. അപ്പൊ ഈ പഠിപ്പ് സുഖധാമത്തിലേക്ക് പോകാനുള്ള പഠിപ്പാണ്. ബാബ പറയണ ഈ പഠിപ്പില് കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ബാബുക്കോ യാദ് കർണാ ഹേ അല്ല എന്തു മതി ബാബയെ ഓർമ്മിക്കണം. इस याद से ही तुम निरोगी बनेंगे. ആ ബാബയുടെ ഓർമ്മയിലൂടെയാണ് നിങ്ങൾ നിരോഗിയായിട്ട് മാറുന്നത്. തുമാരി കായ കൽപ്പവൃക്ഷ സമാൻ ബഡി ഹോഗി. ബാബ പറയാ നിങ്ങളുടെ ശരീരവും കൽപ്പവൃക്ഷ സമാനം അല്ലെ ആയിത്തീരും. जो मनुष्य सृष्टि का झाड़ है उनकी आयु 500 वर्ष है. യഥാർത്ഥത്തില് ഈ മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ ആയുസ് 5000 വർഷമാണ്. उसमें आधा कल्प सुख आधा कल्प दुख है. അപ്പൊ ഈ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിന്റെ ആയുസ് 5000 വർഷമാണ്. ഈ 5000 വർഷത്തിനുള്ളില് അരകൽപ്പം സുഖമാണ്, അരകൽപ്പം ദുഃഖമാണ്. ദുഃഖത്തോ അതാ കൽപ്പ തുമ്നെ ദേഖാ. അരകൽപ്പം നിങ്ങൾ ദുഃഖം അനുഭവിച്ചു. ബാബ कहते പവിത്ര ദുനിയാമേ ചലനെ ഹേത്തോ പവിത്ര ബനോ. അല്ലെ ബാബ ഇപ്പൊ പറയാണ് മക്കളെ നിങ്ങൾക്ക് പവിത്രമായ ലോകത്തിൽ പോകണമെങ്കിൽ പവിത്രമായിട്ട് മാറും. ശ്രീമത്ത് कहती है ये विश्व को लेन देन छोड़ दो. അല്ലെ ബാബയുടെ ശ്രീമത്ത് എന്താ പറയുന്നത്? ഈ വിശ്വത്തിന്റെ കൊടുക്കൽ വാങ്ങൽ ഉപേക്ഷിക്കൂ. ज्ञान और योग की धारणा करो. ज्ञान യോഗത്തിന്റെ ധാരണ ചെയ്യൂ. जितना ज्ञान रत्न धारण करेंगे उतना निरोगी बनेंगे. എത്രത്തോളം ജ്ഞാനരത്നങ്ങള് സ്വയത്തിൽ ധാരണ ചെയ്യുന്നുവോ അത്രത്തോളം നിരോഗി ആയിത്തീരും. ബാബിനെ समझाया है ये रूहानी हॉस्पिटल भी है तो यूनिवर्सिटी भी है. ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തന്നു ഇത് ആത്മീയ ഹോസ്പിറ്റലുമാണ് പിന്നെ യൂണിവേഴ്സിറ്റിയുമാണ്. परमपिता परमात्मा आकर रूहानी हॉस्पिटल और യൂണിവേഴ്സിറ്റി സ്ഥാപനം करते. അപ്പോ പരംപിത പരമാത്മാവാണ് വന്ന് ഈ ആത്മീയ ഹോസ്പിറ്റല് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. പരമാത്മാവ് ഒന്ന് സ്ഥാപിക്കുന്ന ഹോസ്പിറ്റലാണിത്, യൂണിവേഴ്സിറ്റിയാണിത്. हॉस्पिटल तो दुनिया में बहुत है लेकिन ऐसी हॉस्पिटल और यूनिवर्सिटी दोनों इकट्ठे कहीं नहीं होती. ബാബ പറയുന്ന ഹോസ്പിറ്റലൊക്കെ ലോകത്തിൽ ധാരാളം ഉണ്ട്. എന്നാൽ അല്ല ഇങ്ങനെ ഒരു എന്താണ് യൂണിവേഴ്സിറ്റിയും ഹോസ്പിറ്റലും ഉള്ള അല്ല ഒരുമിച്ചുള്ളത്, യൂണിവേഴ്സിറ്റിയും ഹോസ്പിറ്റലും ഒരുമിച്ചുള്ളത് ബാബ പറയാണ് അല്ലെ ഇത് വേറെ എവിടെയും കാണില്ല. യഹാം ഏ വണ്ടർ ഹേ. ഇവിടുത്തെ അതിശയം ഇതാണ്, ഇവിടെ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും ഒരുമിച്ചാണ്. हॉस्पिटल और यूनिवर्सिटी हेल्थ और वेल्थ इकट्ठी मिलती है. അപ്പൊ ഹോസ്പിറ്റലുമാണ് യൂണിവേഴ്സിറ്റിയുമാണിത്. അപ്പൊ ഇവിടെ അല്ലെ ഹോസ്പിറ്റലിലൂടെ ഹെൽത്തും കിട്ടും, യൂണിവേഴ്സിറ്റിയിലൂടെ എന്താണ് വെൽത്തും കിട്ടും, രണ്ടും ഒരുമിച്ച് ലഭിക്കുന്നു. पर क्यों नहीं इस खजाने को लेने के लिए खड़े हो जाते हैं. പിന്നെ എന്തുകൊണ്ട് ഹെൽത്തും കിട്ടും വെൽത്തും കിട്ടും, പിന്നെ എന്തുകൊണ്ട് ഈ ഖജനാവുകൾ നേടിയെടുക്കാൻ അല്ലേ എഴുന്നേറ്റ് വരുന്നില്ല. ആജ് കൽ കർത്തെ അച്ചാനക് വിനാശ് ആ ജായേഗ. ബാബ പറയാ ഇന്നാട്ടെ അല്ലെ നാളെയാകട്ടെ എന്ന് പറഞ്ഞു പോയാല് അല്ലെ ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞു പോയാല് അല്ലെ അവരുടെ അപ്രതീക്ഷിതമായിട്ട് വിനാശവും വന്നു ചേരും. ബാബ ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠം അദ്ദേഹത്തെ. ബാബ കുട്ടികൾക്ക് ശ്രേഷ്ഠത്തിന് ശ്രേഷ്ഠമായ വഴി നൽകുകയാണ്. तुम गवर्नमेंट को भी समझाओ. इस समय बेहद का बाप ऐसी हॉस्पिटल और यूनिवर्सिटी खोलते हैं जो सबको हेल्थ वेल्थ दोनों मिले. ബാബ പറയാ നിങ്ങൾ ഗവൺമെന്റിന് പോലും പറഞ്ഞു കൊടുക്കണം. അതായത് ഈ സമയത്ത് പരിധിയില്ലാത്ത അച്ഛൻ അങ്ങനെയുള്ള ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും തുറക്കുകയാണ്. അതിലൂടെ എല്ലാവർക്കും ഹെൽത്തും വെൽത്തും രണ്ടും ലഭിക്കുന്നു. പറയാണ് അല്ലെ മിനിസ്റ്റർക്കും ഗവൺമെന്റിന് അല്ലെ പറഞ്ഞു കൊടുക്കാൻ ബാബ പറയാണ്.
गवर्नमेंट भी ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി പോലത്തെ ഗവൺമെന്റ് പോലും ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലൊക്കെ തുറക്കാറുണ്ട്, യൂണിവേഴ്സിറ്റി ഒക്കെ തുറക്കാറുണ്ട്. उनको समझाओ इस जिस्मानी हॉस्पिटल खोलने से क्या होगा, ये तो आधा कल्प से चली आई है और मरीज भी बनते ही आए हैं. അപ്പൊ ഗവൺമെന്റ് പോലും അല്ലെ ഹോസ്പിറ്റലൊക്കെ തുറക്കാറുണ്ട്. അപ്പൊ അവരോട് പറയണം, ഈ അല്ലെ ഭൗതികമായ ഹോസ്പിറ്റല്, ശരീരത്തിന്റെ ചികിത്സ നടത്തുന്ന ഹോസ്പിറ്റല്, അത് എത്രയോ കാലങ്ങളായിട്ട് തുറന്നു വരുന്നു അല്ലെ, അരക്കൽപ്പാട്ട് നടന്നു വരുന്നതാണ്. എന്നിട്ടും അവരാണ് രോഗികളും അല്ലെ വന്നു കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ, രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. റുഹാനി ഹോസ്പിറ്റൽ ഓർ യൂണിവേഴ്സിറ്റി പറഞ്ഞു കൊടുക്കണം, ഇതാണെങ്കിൽ ആത്മീയ ഹോസ്പിറ്റലാണ്, യൂണിവേഴ്സിറ്റിയാണ്. इससे मनुष्य 21 जन्मों के लिए एवर हेल्थी वेल्थी बन सकते हैं. അപ്പം ഈ ആത്മീയ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഇതിലൂടെ മനുഷ്യര് 21 ജന്മത്തേക്ക് എവർ ഹെൽത്തിയും വെൽത്തിയുമായിട്ട് മാറാൻ കഴിയും എന്ന് പറഞ്ഞു കൊടുക്കണം, ഗവൺമെന്റിന് പോലും പറഞ്ഞു കൊടുക്കണം. तो एजुकेशन मिनिस्टर हेल्थ मिनिस्टर को भी समझाओ. അവരുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്ററും ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കണം അല്ലെ. ആ ഹോസ്പിറ്റലിൽ അരക്കൽപ്പാട്ട് നടന്നു വരുന്നത്, എന്നിട്ടും രോഗം അല്ലെ രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ആത്മീയ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി തുറക്കുകയാണെങ്കിൽ 21 ജന്മത്തേക്ക് എവർ ഹെൽത്തി വെൽത്തി ആകാൻ കഴിയും. ബാബ പറയാണ് അല്ലെ, ഗവൺമെന്റിന് പറഞ്ഞു കൊടുക്കണം. तो एजुकेशन मिनिस्टर हेल्थ मिनिस्टर को भी समझाओ कि बेटे के बाप से ये कंबाइंड हॉस्पिटल और यूनिवर्सिटी दोनों खोली है. ബാബ പറയാ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും ഹെൽത്ത് മിനിസ്റ്റർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം, പരിധിയില്ലാത്ത അച്ഛൻ കമ്പൈൻഡ് ആയിട്ടുള്ള അല്ല ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും രണ്ടും തുറന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. आपको भी राय देते हैं ऐसे खोलो तो मनुष्यों का कल्याण हो जाए. അപ്പൊ നിങ്ങൾക്കും ആ അച്ഛൻ നിർദ്ദേശം നൽകിയാണ്, ഇങ്ങനെയുള്ള ഹോസ്പിറ്റല് കം യൂണിവേഴ്സിറ്റി തുറക്കുകയാണെങ്കിൽ മനുഷ്യരുടെ നന്മ ഉണ്ടാകും. ബാക്കി ഈ बीमारियां आदि तो जब से रावण राज्य शुरू हुआ तब से शुरू हुई है. പറയണം, ഈ രോഗങ്ങളൊക്കെ രാവണ രാജ്യം തുടങ്ങിയപ്പോൾ മുതൽ വന്നു ചേർന്നതാണ്. ആകെത്തോ വൈദ്യക്ക് ദവായാന്തി അവരൻ പണ്ടൊക്കെ ആണെങ്കിൽ വൈദ്യന്മാരാണ് ചികിത്സിച്ചിരുന്നത്. അപ്പത്തോ അംഗ്രേജി ദവായം ബഹുത്ത് നിക്കലിയേ, ഇപ്പോഴാണെങ്കിൽ അല്ലെ അലോപ്പതി മരുന്നുകളൊക്കെ ധാരാളം വന്നു കഴിഞ്ഞു. ഏഹ് അവിനാശി സർജൻ ജോ അവിനാശി ദവായി ദേത്തെ, ഇപ്പൊ ഇവിടുത്തേത് അല്ലെ അവിനാശി സർജനാണ്. അപ്പൊ ഭാവം നൽകുന്ന മരുന്ന് അവിനാശി മരുന്നാണ്, അല്ല സദാകാലത്തേക്ക് വേണ്ടിയുള്ളതാണ്. तब गाया जाता है ज्ञानांजन सदगुरु दिया, ज्ञान इंजेक्शन रूहानी बाप भी लगाते हैं ആത്മാവോ. അപ്പോ അല്ലെ ബാബ അവിനാശി സർജനാണ്, ബാബ നൽകുന്ന മരുന്നും അവിനാശിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പാടപ്പെടുന്നത്, ജ്ഞാനാഞ്ജനം സദ്ഗുരു നൽകി, അതായത് ജ്ഞാന ഇഞ്ചക്ഷൻ ആത്മാക്കൾക്ക് എടുക്കുന്നത് ആത്മീയ അച്ഛനാണ്. ആത്മീയൻ അച്ഛൻ വന്നാണ് ആത്മാക്കൾക്ക് ജ്ഞാന ഇഞ്ചക്ഷൻ എടുക്കുന്നത്. और कोई आत्मा को इंजेक्शन लगाने वाला हो नहीं सकता. അവരൻ വേറെ ആരും തന്നെ ആത്മാവിന് ഇഞ്ചക്ഷൻ എടുക്കുന്നവര് ആരും തന്നെ ഇവിടെ ഇല്ല. ആത്മനിർലേപേ അവരൻ ബാക്കി ലോകത്തിലുള്ളവരെന്താ പറയുന്നത്, മറ്റു ഗുരുക്കന്മാരൊക്കെ പറയും ആത്മാവ് നിർലേപാണ് എന്നാണ് പറയുന്നത്. तो तुम समझाओ उस हॉस्पिटल और यूनिवर्सिटी में तो लाखों रुपया खर्चा लग जाता है. ബാബ പറയാം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ആ ഹോസ്പിറ്റലിൽ പോയാല് ആ യൂണിവേഴ്സിറ്റിയിൽ പോയാല് ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കേണ്ടി വരുന്നത്. യഹാ തോ ഖർച്ചയ്ക്ക് പോയി ബാത്ത് നഹി, പക്ഷെ ഇവിടെയാണെങ്കിൽ അല്ലെ യാതൊരു ചെലവിന്റെയും കാര്യമില്ല. തീൻ പട പൃഥ്വി ചാഹി, ഈ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി തുറക്കാൻ
ഒരു വലിയ ചെലവിന്റെ കാര്യമൊന്നും ഇല്ല, 3 അടി ഭൂമിയുടെ കാര്യമുള്ളൂ. ജോ കൊയ് ബി ആയേ തോ ഉൻകോ സംശയ ജായേ. ബാബ പറയാണ് ആര് വന്നാലും അല്ലെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ബാപ്പ യാദ് കരോ തോ എവർ ഹെൽത്തി ബനേംഗെ ഓർ ചക്ര കോ ജാനേ സേ ചക്രവർത്തി രാജ ബനേംഗെ. അപ്പൊ പറഞ്ഞു കൊടുക്കണം, ബാബയെ ഓർമ്മിച്ചാൽ എവർ ഹെൽത്തി ആയിട്ട് മാറും, പിന്നെ ചക്രത്തെ അറിഞ്ഞാല് ചക്രവർത്തി രാജാവായിട്ട് മാറാം. ആര് വന്നാലും പറഞ്ഞു കൊടുക്കണമെന്ന് ബാബറാണ് ഈ കാര്യം അല്ലെ. ബാബയെ ഓർമ്മിച്ചാൽ എവർ ഹെൽത്തി ആയിട്ട് മാറും, ഇനി ചക്രത്തെ അറിഞ്ഞാല് ചക്രവർത്തി രാജാവായിട്ട് മാറാൻ കഴിയും. ധൻവാൻ ഹോഗാത്തോ ബഡി ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി കോളേജ്. അവർ അത്രയും സമ്പന്നരാണെങ്കിൽ അവര് വലിയ ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും തുറക്കുക, യൂണിവേഴ്സിറ്റി ഒക്കെ തുറക്കും. ഗരീബ് ചോട്ടെ കൊലെങ്കിൽ അല്ലെ പാവങ്ങളാണെങ്കിൽ അവര് ചെറിയതായിട്ടൊക്കെ ആയിരിക്കും തുറക്കുന്നത്. ഗവൺമെന്റ് കിത്തനെ ക്വാളിറ്റി, ഈ ഗവൺമെന്റ് പോലും എത്ര അല്ലെ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റി ഒക്കെയാണ് തുറക്കുന്നത്. ആജുകൽ തോ ടെന്റ് ആദ്യം ലഗാക്കർ ഹി പഠാത്തേ ഹെ. അപ്പൊ ഇന്നത്തെ കാലത്ത് ടെന്റ് ഒക്കെ അടിച്ചും അല്ലെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഓർ 2-3 സെഷൻ രഖ്തേ ഹെ ക്യോങ്കി ജഗഹ് നഹി ഹെ. അപ്പൊ ടെന്റ് ഒക്കെ അടിച്ച് അല്ലെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവിടെ 2-3 സെഷൻസ് ഒക്കെ വെക്കും, അതായത് സ്ഥലം ഇല്ലല്ലോ, പൈസയില്ല. ഇസ്മേ ഖർച്ച് കൊയ് ബാത്ത് നഹി. അപ്പൊ അവരുടെ ഇവിടെയാണെങ്കിൽ അല്ലെ പൈസ മുടക്കുന്നതിന്റെ യാതൊരു കാര്യമില്ല. കൊയ് ഫി ജഗവുമില്ല അല്ലെ. അവരെന്നെ എവിടെ സ്ഥലം കിട്ടിയാലും നമുക്ക് ഈ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി തുറക്കാൻ കഴിയും. കൊയ് ഔജാർ ആദി രഖ്നെ നഹി ഹെ അല്ലെ. അവരിവിടെ ആയുധമൊന്നും വെക്കേണ്ട കാര്യമില്ല. വെരി സിമ്പിൾ ബാത്ത് ഹെ. അവർ ഇവിടുത്തെ കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പുരുഷ ഭി കോൾത്തെ ഹെ മാതായും ഭി കോൾത്തെ ഹെ അല്ലെ. ഇവിടെ ഈ ആത്മീയ ഹോസ്പിറ്റൽ അല്ലെ യൂണിവേഴ്സിറ്റി അല്ലെ ഭായിമാരും തുറക്കുന്നു, അമ്മമാരും തുറക്കുന്നു. ബാക്കാത്തെ തുമ്പി കോലോ തുമ്പി സംഭാലോ. ബാബ പറയും മക്കളെ നിങ്ങളും തുറക്കൂ, നിങ്ങൾ തന്നെ സംരക്ഷിക്കൂ. ജോ കരേങ്ക സോ പായേങ്ക. ആരാണോ അത് ചെയ്യുന്നത് അവർ അതിന്റെ പ്രാപ്തിയും അനുഭവിക്കും. ബൗദ്ധങ്ക കല്യാണം നോക്ക്. അവ ഈ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി തുറക്കുകയാണെങ്കിൽ അവിടെ വരുന്ന അനേകരുടെ നന്മയുണ്ടാകും. വേദ് കബാബ് ശ്രീമത് ശ്രേഷ്ഠ ബന്നേക്കലേ അല്ലെ. പരിധിയില്ലാത്ത അച്ഛൻ കുട്ടികൾക്ക് ശ്രീമത്ത് നൽകിയാണ് അല്ലെ സ്വയം ശ്രേഷ്ഠമായിട്ട് മാറാൻ വേണ്ടി. ബൗദ്ധ ജോ സുനത്തെ ഹെ പരന്തു കർത്തെ നഹി ഹെ ക്യോങ്കി തക്ദീർ മേ നഹി ഹെ. അപ്പൊ പരിധിയില്ലാത്ത അച്ഛൻ കുട്ടികൾക്ക് ശ്രീമത്ത് നൽകുന്നു അല്ലെ, കുട്ടികളെ ശ്രേഷ്ഠമായിട്ട് മാറാൻ വേണ്ടിയാണ് ബാബ ശ്രീമത്ത് നൽകുന്നത്. പക്ഷെ ബാബ പറയുന്ന ഒത്തിരിയും കുട്ടികളുണ്ട് അല്ലെ, കേൾക്കുന്നൊക്കെ ഉണ്ട്, ബാബ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷെ ബാബ ചെയ്യുന്നില്ല, അതേപോലെ ചെയ്യുന്നില്ല, ആകുന്നില്ല. ബാബ എന്തുകൊണ്ടാണ്? അവരുടെ ഭാഗ്യത്തിൽ പറഞ്ഞിട്ടില്ല. ഹെൽത്ത് വെൽത്ത് മിൽത്തി ഹെ ബാപ്സ്. യഥാർത്ഥത്തിൽ അല്ലെ ഹെൽത്തും വെൽത്തും രണ്ടും ലഭിക്കുന്നത് ഒരു ബാബയിൽ നിന്നാണ്. ബാബ വൈകുണ്ഠക്ക് ഭാഷാഹിതനായി അല്ലെ. ബാബയാണെങ്കിൽ ആ വൈകുണ്ഠത്തിന്റെ ചക്രവർത്തി ഭാഗ്യം കുട്ടികൾക്ക് നൽകാൻ വേണ്ടി വന്നിരിക്കുക. ഹീര ജൗരംഗ മഹൽമിലേക്ക് അല്ലെ. നമുക്ക് സ്വർഗത്തില് രത്നങ്ങളും വജ്രങ്ങളും ഒക്കെ പതിപ്പിച്ച അല്ലെ ആ കൊട്ടാരങ്ങളായിരിക്കും കിട്ടുക. ഭാരതമേഹി ലക്ഷ്മി നാരായണന്റെ രാജ്യത്താണ്. ബാബ പറയാ ഈ ഭാരതത്തിൽ തന്നെയാണ് ലക്ഷ്മി നാരായണന്റെ രാജ്യം ഉണ്ടായിരുന്നത്. സർവ്വ പാപ്പിനെ വസാദിയാഹോക്ക. അപ്പോ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യഭാഗ്യം എങ്ങനെ കിട്ടി? അവരാണ് ഭാവിയായിരിക്കും അവർക്ക് സമ്പത്തായിട്ട് അത് നൽകി കാണുക. അഭിത്തോ കരിയമേ ദുഃഖി ദുഃഖി സത്യയുഗി സ്ഥാപന മുച്ചേഹി കർണേഹേ. അവരുടെ ഇപ്പോ ഈ കലിയുഗത്തില് അത്രയധികം ദുഃഖാണ്, വീണ്ടും സത്യയുഗം എനിക്ക് തന്നെ സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യ പോയി ഹോസ്പിറ്റൽ ആദ്യം കൊടുത്തേക്ക് ഉദ്ഘാടനം നടത്തി അല്ലെ. മനുഷ്യർ അങ്ങനെയാണ്, ഹോസ്പിറ്റലൊക്കെ തുറന്നു കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ഉദ്ഘാടനം ഒക്കെ നടത്താറുണ്ട്. ബാബക്കത്തെ ഞാൻ സ്വർഗക്ക ഉദ്ഘാടനം നടത്താവും. ബാബ പറയാണ് ഞാൻ സ്വർഗത്തിന്റെ ഉദ്ഘാടനമാണ് ചെയ്യുന്നത് അല്ലെ, സ്വർഗത്തിന്റെ ഉദ്ഘാടനമാണ് ബാബ ചെയ്യുന്നത്. അപ്പൊ തും ശ്രീമത് പർ സ്വർഗക്കല്ലായെങ്കിൽ പറഞ്ഞു. അപ്പൊ ബാബ ഇവിടെ സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യാണ്,
അപ്പൊ നമ്മൾ കുട്ടികള് നിങ്ങൾ കുട്ടികള് എന്ത് വേണം? ബാബയുടെ ശ്രീമത് പ്രകാരം നടന്ന് സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരായിട്ട് മാറണം. അല്ല, ബാബയുടെ ശ്രീമത് പ്രകാരം നടന്ന് ആ സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യരായിട്ട് മാറണം. കൽപ്പകൽപ്പത്തും ലായ്ക്ക് ബനത്തെ ഹോ എ നയി ബാത്ത് നഹി ഹെ. അവരുടെ കൽപ്പകൽപ്പം നിങ്ങൾ തന്നെയാണ് ആ യോഗ്യത കൈവരിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യത കൈവരിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അവർ ഇത് പുതിയ കാര്യമൊന്നുമല്ല, കൽപ്പകൽപ്പം നടന്ന കാര്യമാണ്. ദേഖാ ജാത്താ ഹെ ഗരീബ് ഹോത്ത് ആത്താ ഹെ. നമുക്ക് കാണാൻ കഴിയുന്ന ഇവിടേക്ക് വരുന്നത് കൂടുതലും പാവങ്ങളാണ്. ബാബ വിക്കാത്ത മീൻ ഗരീബ് നിവാസ്. അല്ല, ബാബയും പറയാറുണ്ട് ഞാൻ പാവങ്ങളുടെ കൂട്ടുകാരനാണ്. സാവുകാരന്റെ പാസ് ധൻ ഹോത്ത് ഹെ. ഇനി സമ്പന്നരുടെ അടുത്താണെങ്കിൽ ഒത്തിരി ധനമൊക്കെ ഉണ്ടാവും. ഇതിലോ സമർത്ഥ്യം സ്വർഗവുമായിട്ട് ഇല്ലേ, സമ്പന്നരുടെ അടുത്ത് അത്രയും ധനമുള്ളത് കാരണം അവരുടെ വിചാരം ഇതാണ്, ഞങ്ങൾ ഇവിടെ സ്വർഗത്തിലാണ് ഇരിക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ല, അപ്പൊ അവർക്ക് ഇവിടേക്ക് വരാൻ കഴിയില്ല. ഭാരത് ഗരീബ് ഹേ ഉന്മേ ഹി ജോ അതി ഗരീബ് ഹേ ഉന്നോങ്കോ ഹി ബാപ്പു ഡാത്തേ ഹെ. അവരുടെ ഭാരതത്തിന്റെ അവസ്ഥ എന്താണ്? ഭാരതം ദരിദ്രമാണ്. അങ്ങനെ ഭാരതത്തിൽ തന്നെ ബാബ പറയാണ് അല്ലെ, കൂടുതൽ ദരിദ്രരാരാണോ അവരെയാണ് ബാബ ഉയർത്തുന്നത്. സാഹുക്കാർത്തോ നീന്തുമേ സ്വയപ്പെടേ. ബാബ പറയാണ് സമ്പന്നര് ഇവിടെ നിദ്രയില് ഉറങ്ങിക്കിടക്കുകയാണ്. ബാബ പാവങ്ങളെയാണ് ഉണർത്തുന്നത്. സമ്പന്നരുടെ അവസ്ഥ എന്താണ്? അല്ലെ, കുംഭാണ് നിദ്രയിലാണ് അവര്. കിത്തന ജ്ഞാനോ യോഗ ബാബ സിഖലാത്തി. നോക്കൂ, എത്ര ജ്ഞാന യോഗാണ് ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നത്. തീസറ നേത്രേ ബാബ ഹി ദേത്തേ ഹെ ജിസ്സെ തും സാരെ ചക്ര കോ ജാൻ ജാത്തെ ഹോ. അപ്പൊ മൂന്നാമത്തെ നേത്രവും നൽകുന്നത് ബാബയാണ്. അതിലൂടെ നിങ്ങൾ മുഴുവൻ ചക്രത്തെയും മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. മൂന്നാമത്തെ നേത്രം ബാബ നൽകി നമുക്ക്. അതിലൂടെ നമ്മൾ മുഴുവൻ ചക്രത്തെയും മനസ്സിലാക്കി കഴിഞ്ഞു. ബാക്കി സബ് ഘോര അന്ധ്യാരേ മേഹേ. അവരും ബാക്കി ലോകരെല്ലാവരും ഘോരമായ അന്ധകാരത്തിലാണ്. ഡ്രാമക്ക് ആദ്യം അദ്യന്തക കിസ്കോ ഭി പതാ നഹീ ഹെ അല്ലെ. അതായത് മനുഷ്യരൊക്കെ ഘോരമായ അന്ധകാരത്തിലാണ്. അവർക്ക് ഈ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. പതിത പവൻ ബാബുക്കോ ഹി ഭൂൽ ഗയേ ഹെ അല്ലെ. പതിത പാവനായ അച്ഛനെ തന്നെ അവര് മറന്നുപോയിരിക്കുകയാണ്. ശിവ പരമാത്മാക്കയിലെ കഹ് ദേത്തെ ടിക്കർ ബിത്തർ മേഹി. അപ്പം ബാബയെ തന്നെ മറന്നുപോയിരിക്കുന്നു. പതിത പാവനായ ബാബയെ തന്നെ മറന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് അവർ പറയുന്നു പരമാത്മാവിനെ കുറിച്ച്, ശിവ പരമാത്മാവിനെ കുറിച്ച് എന്താ പറയുന്നത്? കല്ലിലും മുള്ളിലൊക്കെ ഭഗവാൻ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. തും ജാനത്തെ ഹോ അഭി സബ്കി ഖയാമത് കാ സമയ ഹെ. ബാബ പറയാ, മക്കൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇപ്പോൾ എല്ലാവരുടെയും വിനാശത്തിന്റെ സമയമാണ്. ആഗ്മേ ജൽമർ ഖതം ഹോങ്കേ അല്ല, ഇനി അങ്ങോട്ട് പോകുമ്പോ അഗ്നിയില് എരിഞ്ഞടങ്ങി ഇല്ലാതാകും. ഒരു സബ്കോ വാപ്പസ് ലേ ജാവുക സാത്മി. ബാബ പറയാണ്, പിന്നെ ഞാൻ എല്ലാവരെയും കൂടെ മടക്കി കൊണ്ടുപോകും അല്ലെ. ആത്മാക്കളെല്ലാവരും കൂടെ കൊണ്ടുപോകും ബാബ. ബാക്കിയെല്ലാം നശിക്കും. മേ പണ്ടവൻ ആയാഹും. ബാബ പറയും, ഞാൻ വഴികാട്ടിയായിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. ആത്മാക്കളുടെ വഴികാട്ടിയായിട്ട് വന്നിരിക്കുകയാണ്. തും പാണ്ഡവ സേന ഹോന. നിങ്ങളും പാണ്ഡവ സേനാനികളാണല്ലോ. ജിസ്മാനി യാത്ര പർ ലേ ജാത്തേ ഹെ. മറ്റു വഴികാട്ടികളുണ്ട് ലോകത്തില്. അവര് ഭൗതിക തീർത്ഥാടനങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നവരാണ്. ആ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നവരാണ്. അത് ജന്മജന്മാന്തരം കർത്തിയായേ അല്ലെ. ആ യാത്രകള്, തീർത്ഥാടനങ്ങള് ജന്മജന്മാന്തരം നമ്മൾ ചെയ്തു വന്നു. ഏഹ് റുഹാനി തീർത്ഥം. ഇവിടുത്തേതാണെങ്കിലോ ആത്മീയ തീർത്ഥമാണ്. इसमें चलना फिरना नहीं पड़ता है. ഇവിടെ ആത്മീയ തീർത്ഥാടനമാണ്. ഇതിൽ നടക്കുകയോ ചുറ്റിക്കറങ്ങുകയോ അവിടെ സഞ്ചരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ആത്മീയ തീർത്ഥാടനം എന്ന് പറഞ്ഞാല് ഇതില് അല്ലെ നടന്ന് സഞ്ചരിക്കേണ്ട കാര്യമില്ല, അല്ലെ നടക്കേണ്ട കാര്യമില്ല, ചുറ്റിക്കറങ്ങാൻ പോകേണ്ട കാര്യമില്ല, അങ്ങനെയുള്ള യാതൊരു കാര്യവും ഇല്ല. ബാബു കാത്തശ്രീ മുച്ചേ യാതുകരും. ഈ ആത്മീയ തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാബു ഇത്രേ പറയുന്നുള്ളൂ, മക്കളെ നിങ്ങൾ എന്നെ ഓർമ്മിക്കും അല്ല, ബാബി ഓർമ്മിക്കുക. ഇതാണ് രാത്രി കോഫി ചാക്കർ മുച്ചേ യാതുകരും. ഇനി എങ്ങനെ ഓർമ്മിക്കണം ബാബയെ?
അവരെ രാത്രിയിൽ പോലും ഉണർന്നിരുന്ന് ബാബയെ ഓർമ്മിക്കണം. അല്ലെ, രാത്രിയിൽ പോലും അവരെയാണ് ഉറക്കം കളഞ്ഞ് ഉണർന്നിരുന്ന് ബാബയെ ഓർമ്മിക്കും, എന്നെ ഓർമ്മിക്കും. മേരെ സാത്ത് ബുദ്ധിക്ക് യോഗ ലഗാവോ, അവർ എന്നോട് നിങ്ങൾ ബുദ്ധിയോഗം വെക്കും. नींद को जीतने वाले बने तो तुम नजदीक आते जाएंगे. ആ നിദ്ര ജയിച്ചവരായിട്ട് മാറാൻ ബാബ പറയാണ്. അല്ലെ, രാത്രി ഉണർന്നിരുന്ന് ഓർമ്മിക്കൂ, അങ്ങനെ നിദ്ര ജയിച്ചവരായിട്ട് മാറൂ, അപ്പോൾ നിങ്ങൾ ബാബയുടെ സമീപത്തേക്ക് വന്നു ചേരും. ബ്രഹ്മബാബ ഉണ്ടായിരുന്ന സമയത്ത് അല്ലെ, കുട്ടികൾക്ക് അങ്ങനെയുള്ള പ്രോഗ്രാം ഒക്കെ നൽകിയിരുന്നു ബാബ. അതായത് സന്ദേശികളിലൂടെ ശിവബാബ കുട്ടികൾക്ക് പ്രോഗ്രാം നൽകിയിരുന്നു. രാത്രി ഫുൾ അല്ലെ 10 മണി മുതൽ രാവിലെ 5 മണി വരെ ഫുൾ യോഗയിലിരിക്കണം. ഓരോരോ ഗ്രൂപ്പിന് അങ്ങനെ ബാബ യോഗയുടെ പ്രോഗ്രാം നൽകിയിരുന്നു. അപ്പൊ അതും ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആ ലിസ്റ്റ് വരും, ഓരോ ദിവസം ലിസ്റ്റ് വരും. അപ്പൊ അതനുസരിച്ചാണ് ഇരുത്തിയിരുന്നത്. അപ്പം 9 മണിക്കായിരിക്കും അമ്മ വിളിച്ചിട്ട് പറയുന്നത്, ഇന്ന കുട്ടികളാണ് ഇന്നത്തെ ദിവസം യോഗയിൽ ഇരിക്കേണ്ടത്, 10 മണി തൊട്ട് രാവിലെ വെളുപ്പിന് 5 മണി വരെ. അപ്പൊ ആ സമയത്ത് കുട്ടികൾ ചോദിക്കുമ്പോ, അമ്മ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഇരിക്കാമായിരുന്നു. അപ്പം അമ്മ പറയും, അല്ലെ, ബാബയുടെ പ്രത്യേക നിർദ്ദേശമുണ്ട്, നേരത്തെ പറയരുത്, 9 മണിക്ക് പറയാൻ പാടുള്ളൂ. അതായത് നിദ്ര ജയിച്ചവരായിട്ട് മാറണം, അതുകൊണ്ട് നേരത്തെ പറയാൻ പാടില്ല എന്നും അമ്മവും പറയും. അങ്ങനെ കുട്ടികള് അല്ലെ ആ കണ്ടിന്യൂസ് രാത്രി മുഴുവൻ അല്ലെ ബാബയെ ഓർമ്മിക്കുമായിരുന്നു. ബാബയുടെ സമയത്ത് അങ്ങനെ വ്യത്യസ്ത പ്രോഗ്രാമുകൾ യോഗയുടെ ചെയ്തിരുന്നു കുട്ടികള്, നമ്മുടെ ദാദിമാര്. അപ്പൊ ബാബ പറയാണ് അങ്ങനെ അല്ലെ നിദ്ര ജയിച്ചവരായിട്ട് മാറും, അപ്പൊ നിങ്ങൾ ബാബയുടെ സമീപത്തേക്ക് വന്നു ചേരും. വഹേ കുഖവംശാവലി ബ്രാഹ്മൺ, അവർ ഇന്ന് ലോകത്തിലെ ബ്രാഹ്മണരുണ്ട്, അവര് കുഖവംശാവലി ബ്രാഹ്മണരാണ്. തുംഹോ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മൺ, നിങ്ങളാണെങ്കിൽ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണരാണ്. അഭിത്തും റുഹാനി യാത്ര पर തത്പര ഹോ. അപ്പൊ നമ്മള് ബ്രാഹ്മണർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആത്മീയ യാത്രയിൽ മുഴുകിയിരിക്കുകയാണ്, അല്ലെ. നമ്മൾ എന്താ ചെയ്യുന്നത്? ആത്മീയ യാത്രയിൽ മുഴുകിയിരിക്കുന്നു. തുമേ പവിത്ര ഹി രഹനാ ഹൈ, അവിടെ പിന്നെ പവിത്രമായി ജീവിക്കുകയും വേണം. നിങ്ങൾ അവിടെ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്ക് പവിത്രമായി ജീവിക്കുന്നു. അപ്പൊ നമ്മുടെ യാത്ര അല്ലെ എന്ത് നീണ്ട യാത്രയാണ്. അപ്പൊ യാത്ര അവസാനിക്കുന്നത് വരെ എന്ത് വേണം? പവിത്രമായി ജീവിക്കണം. അവർ നിങ്ങൾ പവിത്രമായി ജീവിക്കുകയും വേണം. വഹ ബ്രാഹ്മൺ ലോക ഖുദ് ഹി അപവിത്ര ഹേ തോ ഔരോं को भी पवित्र बनना न सके. മറ്റു ബ്രാഹ്മണര് സ്വയം അപവിത്രരാണ്, അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരെ എങ്ങനെ പവിത്രമാക്കി മാറ്റാൻ കഴിയും? തുങ്കോത്തും പവിത്രനാഹി, ബാബ പറയാൻ നിങ്ങൾ കുട്ടികൾക്ക് ഇവിടെ പവിത്രമായി ജീവിക്കണം. രുദ്രജ്ഞാന യജ്ഞമേ പവിത്ര ബ്രാഹ്മൺ ഹി രഹത്തെ ഹി, ഈ രുദ്രജ്ഞാന യജ്ഞത്തില് പവിത്രമായ ബ്രാഹ്മണരാണ് ഉള്ളത്. വഹ് ബ്രാഹ്മൺ ലോക പല മന്ദിരമേ രഹത്തെ ഹി, ബാബ പറയണ ആ ബ്രാഹ്മണരാണെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ ആയിരിക്കും കഴിയുന്നത്, താമസിക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ബ്രാഹ്മൺ ഹേ തോ देवताओं की मूर्ति को हाथ लगा सकते हैं, उनको स्नान आदि भी कराते हैं, परंतु हे वह पतित. ബാബ പറയാ, നോക്ക്, അവിടെ ബ്രാഹ്മണൻ എന്നുള്ള പേരാണല്ലോ കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ആ ക്ഷേത്രങ്ങളില് അല്ലെ ദേവതയാകുന്ന മൂർത്തിയെ അല്ലെ സ്പർശിക്കാനും സ്നാനം ചെയ്യിക്കാനും ഒക്കെ ആ ബ്രാഹ്മണര് കൊണ്ട് സാധിക്കുന്നു, അല്ലെ, അവരാണത് ചെയ്യുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവരും പതീതാണല്ലോ. बाकी और जो मनुष्य मंदिर में जाते हैं वह अगर नाम के ब्राह्मण नहीं है तो उनको हाथ लगाने नहीं देते हैं. ബാക്കി അല്ല ക്ഷേത്രത്തിലേക്ക് ചെല്ലുന്ന മറ്റു മനുഷ്യരുണ്ടല്ലോ, അവര് ബ്രാഹ്മണരല്ല എങ്കിൽ അവര് ദേവതകളെ സ്പർശിക്കാനൊന്നും അനുവദിക്കില്ല. അല്ല, അവിടെ ബ്രാഹ്മണർക്ക് മാത്രമേ ദേവതകളെ സ്പർശിക്കാനും അവരെ സ്നാനം ചെയ്യിക്കാനും ഒക്കെ സാധിക്കുള്ളൂ. പക്ഷെ പറയണ ആ ബ്രാഹ്മണര് പതീതരാണല്ലോ, ബാക്കി ബ്രാഹ്മണരല്ല എങ്കിൽ അവരെ എന്താണ് ദേവതകളെ സ്പർശിക്കാനൊന്നും അനുവദിക്കില്ല. ബ്രാഹ്മണോങ്ക മാൻ ബഹുത്ത് ഹേ, ലോകത്തിൽ പോലും ബ്രാഹ്മണർക്ക് അത്രയും ബഹുമാനം നൽകുന്നു. പരന്തു ഹേ പതീത് വികാരി, പക്ഷെ ആ ബ്രാഹ്മണര് പതീതരാണ്, വികാരികളാണ്. കൊയ് കൊയ് ബ്രഹ്മചാരി ഹോങ്കെ,
ഇനി അവരിൽ തന്നെ ചിലരൊക്കെ ബ്രഹ്മചാരികളായിട്ട് ജീവിക്കുന്നവരും കാണും. വാപ്പാക്കർ സംചാത്തെ സच्चे सच्चे ब्राह्मण ब्राह्मणिया वह है जो 21 कुल का उद्धार करे. അപ്പൊ ബാബ വന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, മക്കളെ സത്യസത്യമായ ബ്രാഹ്മണരും ബ്രാഹ്മണികളും അവരാണ് 21 കുലത്തെ ആരാണ് ഉദ്ധരിക്കുന്നത്, അവരാണ് സത്യസത്യമായ ബ്രാഹ്മണരും ബ്രാഹ്മണികളും. കന്യ അഗർ ഉദ്ധാർ കർത്തി ഹോഗി തോ ഉൻകെ മാ ബാപ് ഭി ഹോംഗെ. അല്ലെ, കന്യക അല്ലെ തന്റെ കുലത്തെ ഉദ്ധരിക്കുകയാണെങ്കിൽ അല്ലെ അതില് മാതാവും പിതാവും ഒക്കെ വന്നു ചേരുമല്ലോ. ഏ മാം ബാപ്പ് സിഖലാത്തെ ഹി തും 21 പീഡി സ്വർഗ്ഗ കാ മാലിക് ബൻ സക്തി ഹോ. ഇവിടെ ഈ മാതാവും അല്ലെ പിതാവും നമ്മളെ പഠിപ്പിക്കുകയാണ്, 21 വംശം നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അധികാരിയാകാൻ സാധിക്കും. ബच्चे जानते हैं बाप है गुप्त. അപ്പൊ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കുന്നു ബാബ എങ്ങനെയാണ്, ഗുപ്തമാണ് അല്ലെ, ബാബ ഗുപ്താണ്. ശിവബാബ ബ്രഹ്മദ്വാര ഹംകോ സബ് രാസ് സംചാത്തെ. ബാബ ശിവബാബ ഗുപ്താണ്. ആ ശിവബാബയാണ് ബ്രഹ്മാവിലൂടെ നമുക്ക് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞിരുന്നത്. ഏ ദാദാത്തോ ദന്ത ആദി കർത്തത്. ഈ ബ്രഹ്മബാബയാണെങ്കിൽ ഈ ദാദയാണെങ്കിൽ തന്റെ ബിസിനസ് ഒക്കെ നടത്തിയിരുന്നു. अब बहुत जन्मों के अंत के जन्म में भी अंत में आकर ശിവബാബ ने प्रवेश किया है. അപ്പൊ ഈ ദാതയില് ഇദ്ദേഹത്തിന്റെ വളരെ ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ തന്നെയാണ് ശിവബാബ വന്ന് പ്രവേശിച്ചത്. और എന്തുവാണ് ജ്ഞാൻ സുനാത്തിൽ. അപ്പൊ ഇദ്ദേഹത്തിന്റെ വളരെ ജന്മങ്ങളുടെ അന്തിമ ജന്മത്തില് ശിവബാബ വന്ന് ഇദ്ദേഹത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തിലൂടെ ബാബ ജ്ഞാനം കേൾപ്പിക്കുന്നു. ഏഹേ രഥ. അപ്പൊ ശിവബാബയുടെ രഥ ആരാണ്? ഈ ബ്രഹ്മാവാണ്. ശിവബാബാഹേ രഥി. ഇനി ശിവബാബയാണെങ്കിൽ അല്ലെ ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിന്റെ സാരഥിയാണ്. അപ്പൊ നിരാകാർ പരമാത്മാ സംചാത്തെ രഥ ബഹുത്ത് ജന്മോങ്ക പതീത്. അപ്പൊ നിരാകാരനായ പരമാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരികയാണ്, ഈ രഥം ഉണ്ടല്ലോ, ബാബ എടുത്തിരിക്കുന്ന രഥം, ഇത് വളരെ ജന്മങ്ങളിലെ പതീതമായ രഥമാണ്. പല പല പാവൻ ബൻ ജാത്തെ ഹേ. പക്ഷെ ഏറ്റവും ആദ്യം പാവനമായി മാറുന്നതും ഇദ്ദേഹമാണ്. നഷ്ദിക് മേ ഹേ. അല്ലെ, ബാബയുടെ സമീപത്താണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഏറ്റവും ആദ്യം പാവനമായിട്ട് മാറുന്നതും ഈ ബ്രഹ്മാവാണ്. ഐസനഹിക്കാത്ത ഭഗവാൻ ഹോ. ബ്രഹ്മാവയ്ക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല, ഞാൻ ഭഗവാനാണ്. कहते मेरा यह बहुत जन्मों का अंत के अंत का जन्म है. ബ്രഹ്മാവ് പറയാണ്, എന്റെ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിലെയും അല്ലെ അന്തിമത്തിലെ ജന്മമാണ്. വാനപ്രസ്ഥ അവസ്ഥ ഹേ പതീതി ഹേ. അല്ലെ, ബാബു പറയും വാനപ്രസ്ഥ അവസ്ഥയിലാണ്, പതീതാണ്. ബാബ ഇന്മേ പ്രവേശിക്കുക ഹേ. അല്ല, വാനപ്രസ്ഥ അവസ്ഥയില് അല്ലെ ശിവബാബ ബ്രഹ്മാവിൽ പ്രവേശിച്ചു. അപ്പൊ അപ്പൊ കത്യത്വം അപ്പനെ ജന്മവും നഹി ജാനത്തെ. ശിവബാബ പറയാം, നിങ്ങൾക്ക് തന്റെ ജന്മങ്ങളെ കുറിച്ച് അറിയില്ല. ഞാൻ തുങ്ക ബതാത്താവും, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, പറഞ്ഞു തരികയാണ്. ഏത് ബുദ്ധി ആത്താ ഹേ പതീത പാവൻ പരംപിത പരമാത്മാ ഹേ. ഇത് നമ്മുടെ ബുദ്ധിയിലേക്ക് വരുന്നു, പതീത പാവനൻ ആരാണ്? അത് പരംപിത പരമാത്മാവ് മാത്രമാണ്. പതീത പാവനൻ അത് പരംപിത പരമാത്മാവ് മാത്രമാണ് എന്ന കാര്യവും നമ്മുടെ ബുദ്ധിയിലേക്ക് വന്നു ചേരുന്നു. ബാബ ബിഹേ ടീച്ചർ ബിഹേ ഗുരു ബിഹേ. ബാബ പതീത പാവനുമാണ്, പിന്നെ നമ്മുടെ അച്ഛനുമാണ്, പഠിപ്പിക്കുന്ന ടീച്ചറാണ്, പിന്നെ ഗുരുവും കൂടിയാണ്. സാര ഡ്രാമയൊക്കെ ആദ്യം എന്തൊക്കെ രാസ സംസാരത്തെ ബാബ എന്താ ചെയ്യുന്നത്? അല്ലെ, മുഴുവൻ ഡ്രാമയുടെയും ആദ്യ മധ്യ അന്ത്യത്തിന്റെ രഹസ്യം കുട്ടികൾക്ക് മനസ്സിലാക്കി തരും. തും ജാനത്തെ ഹോ ബാബ ഹംകോ സാത്ത് ലേ ജായേംഗെ. നമുക്കറിയാം ബാബ നമ്മളെ കൂടെ കൊണ്ടുപോകും. ഇസ് ബാപ്പ ടീച്ചർ ഗുരു കി രായ് ലേനെ സേ തും ഊഞ്ച് പദ് പായേംഗെ. ബാബ പറയാണ്, ബാബയാകുന്ന അച്ഛൻ, ടീച്ചർ, ഗുരു, ഈ 3 പേരുടെയും ഉപദേശങ്ങള് കുട്ടികൾ സ്വീകരിക്കുന്നതിലൂടെ ഉയർന്ന പദവി നേടിയെടുക്കാൻ കഴിയും.
അല്ലെ? 3 പേരുടെ ഉപദേശം സ്വീകരിക്കുന്നതിലൂടെ, അച്ഛൻ, ടീച്ചർ, ഗുരു, ഈ 3 പേരുടെ ഉപദേശം സ്വീകരിക്കുന്നതിലൂടെ ബാബ പറയാണ് കുട്ടികൾക്ക് ഉയർന്ന പദവി നേടിയെടുക്കാൻ കഴിയും. 3 പേരും ഡയറക്ഷൻ നൽകുന്നുണ്ട് അല്ലെ? അച്ഛൻ്റെ രീതിയിലുള്ള ഡയറക്ഷൻ ഉണ്ട്, ടീച്ചറായിട്ട് നൽകുന്ന ഡയറക്ഷൻ ഉണ്ട്, പിന്നെ ഗുരുവിന്റെ രൂപത്തിലും ബാബ ഡയറക്ഷൻ നൽകുന്നു. അപ്പൊ അവരുടെ ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഉയർന്ന പദവി നേടിയെടുക്കാൻ കഴിയും. അല്ലെ? ഇപ്പൊ നമ്മൾ നോക്കണം, അച്ഛൻ നൽകുന്ന അല്ലെ, ഓരോ മുരളിയിലും അച്ഛനായിട്ട് ബാബ നൽകുന്ന നിർദ്ദേശം എന്താണ്, അല്ലെ? ടീച്ചറിന്റെ രൂപത്തിൽ നൽകുന്ന നിർദ്ദേശം എന്താണ്, ഗുരുവിന്റെ രൂപത്തിൽ നൽകുന്ന നിർദ്ദേശം എന്താണ്? അപ്പൊ നമ്മളത് അല്ലെ മുരളി വായിച്ച് അത് സ്വയം നോട്ട് ചെയ്യണം. होमवर्क कितना अच्छी ये समझाते बाबा इतना നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. कोई तो धारणा कर सीमत पर चलकर उंज बदबाते हैं. ഇനി ചില കുട്ടികളാണെങ്കിൽ ബാബ പറയുന്ന കാര്യങ്ങൾ സ്വയത്തിൽ ധാരണ ചെയ്തിട്ട് അല്ലെ ബാബയുടെ ശ്രീമത് പ്രകാരം നടന്ന് ഉയർന്ന പദവി നേടിയെടുക്കുന്നവരുണ്ട്. जो श्रीमत नहीं मानते ही वह ऊंच पद नहीं पाते. ഇനി ശ്രീമത്തിനെ അംഗീകരിക്കാത്ത കുട്ടികള് അവർക്ക് ഉയർന്ന പദവി കിട്ടില്ല അല്ലെ? ബാബ പറയുന്ന കാര്യങ്ങള് അല്ലെ അംഗീകരിക്കാത്ത കുട്ടികള് അല്ലെ, സ്വീകരിക്കാത്ത കുട്ടികളുടെ ഉള്ളിലേക്ക് സ്വീകരിക്കണമല്ലോ അല്ലെ? അങ്ങനെയുള്ള കുട്ടികൾക്ക് ബാബ പറയാണ് ഉയർന്ന പദവി നേടിയെടുക്കാൻ കഴിയില്ല. ബാബ कहते സുഖദാം और ശാന്താം को याद कर इस ദുഃഖദാം को भूलते जाओ. ഇനി ബാബയുടെ ഡയറക്ഷൻ എന്താണ്? മക്കളെ, നിങ്ങൾ സുഖധാമത്തെ ഓർമ്മിക്കൂ, അല്ലെങ്കിൽ ശാന്തിധാമത്തെ ഓർമ്മിക്കൂ, എന്നിട്ട് ഈ ദുഃഖധാമത്തെ അങ്ങ് മറന്നേക്കും. അല്ലെ, സുഖധാമത്തെ ശാന്തിധാമത്തെ ഓർമ്മിച്ച് ഈ ദുഃഖധാമത്തെ അങ്ങ് മറന്നേക്കും. അപ്പൊ എനിക്ക് അശരീരി സംശയം, സ്വയത്തെ അശരീരി ആത്മാവെന്ന് മനസ്സിലാക്കൂ. അപഹം വാപ്പസ് ജാരേ, മനസ്സിലാക്കണം, ഞാൻ ആത്മാവ് ഇപ്പോ മടങ്ങി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബാബലേനെ ആയേ, മടക്കയാത്രയിലാണ് ഇപ്പൊ നമ്മള്. ബാബയെ നമ്മളെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. ഹരേക്കും അപ്പനപ്പന പാട്ട് റിപ്പീറ്റ് കർണാഹി, ഓരോ ആത്മാവിനും അവരവരുടെ പാട്ട് റിപ്പീറ്റ് ചെയ്താൽ മതിയോ? ഹരേക്ക് ആത്മാ അവിനാശി പാട്ടുകാരി. ബാബ പറയാ ഓരോ ആത്മാവും അവിനാശിയായ പാട്ടുകാരിയാണ്, ഒരിക്കലും നശിക്കാത്ത അവിനാശിയായ പാട്ടുകാരിയാണ് ആത്മാവ്. ദുനിയാമേ കവോ പ്രളയ ഹോത്തി നഹി. ബാബ പറയുന്ന ലോകത്തില് പ്രളയമൊന്നും ഉണ്ടാകുന്നില്ല. ഏഹ് ദുഃഖതാം ജായെങ്കിൽ ശാന്തിതാം സുഖതാം. ഇത് യഥാർത്ഥത്തിൽ ദുഃഖധാമമാണിപ്പോ. പിന്നെ നമ്മൾ എവിടേക്ക് പോകും? ശാന്തിധാമത്തിലേക്ക് പോകും, സുഖധാമത്തിലേക്ക് പോകും. ഏ ബുദ്ധി മേ സ്വദർശൻ ചക്ര ലഗാത്തെ ചലാത്തെ രഹോ और पवित्र हो तो बेड़ा पार हो जाएगा. ബാബ പറയാ ബുദ്ധിയില് ഈ സ്വദർശന ചക്രം അല്ലെ കറക്കിക്കൊണ്ടേയിരിക്കൂ അല്ലെ, അതോടൊപ്പം പവിത്രമായും ജീവിക്കൂ, എങ്കില് നിങ്ങളുടെ ജീവിതമാകുന്ന തോണി മറുകരയിലെത്തും. നിങ്ങളെ ബുദ്ധിയില് സ്വദർശന ചക്രം കറക്കിക്കൊണ്ടേയിരിക്കൂ, പിന്നെ പവിത്രമായി ഇരിക്കൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതമാകുന്ന തോണി ബാബറയാണ് മറുകരയിൽ എത്തിച്ചേരും. തും കാൽ പർ വിജയിപ്പാരേഹോ, നിങ്ങൾ കാലന്റെ മേലെ വിജയിക്കൊണ്ടിരിക്കുകയാണ്. മഹാൻ തുമാരി അകാല മൃത്യു നഹി ഹോത്തി ഹേ. സ്വർഗത്തില് അവർ നിങ്ങൾക്ക് അകാല മൃത്യു ഉണ്ടാവില്ല. സപ്പ് പുരാണി കാൽ ചോട് നയി ലേത്തെ വയസ്സ് തുമ്പി കാൽ ബദൽ നയി ലേലെങ്കിൽ അല്ലെ? അവിടെ എങ്ങനെയാണ് അല്ലെ ആത്മാവ് ശരീരം ഉപേക്ഷിക്കുന്ന എങ്ങനെയാണ് അല്ലെ? സർപ്പം ഇതുപോലെ പഴയ തോല് അല്ലെ ഉപേക്ഷിച്ച് പുതിയതെടുക്കുന്നത് പോലെ നിങ്ങളും അല്ലെ പഴയ ശരീരം ഉപേക്ഷിച്ച് പവറിയാണ് മാറി പുതിയതെടുക്കും. ഐസി അവസ്ഥ യഹാം ബനാനി ഹേ. അവ പറയാണ് അല്ലെ ശരീരം സ്വമനസ്സാൽ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ, നിഷ്പ്രയാസം ശരീരം ഉപേക്ഷിക്കുന്ന അവസ്ഥ, അത് കുട്ടികള് ഇവിടെ തന്നെ ആ അവസ്ഥ കൊണ്ടുവരണം അല്ലെ, ആ സ്ഥിതിയിലേക്ക് ഇവിടെ തന്നെ എത്തിച്ചേരണം. ബസ് ഹം ഈ ശരീരത്തോട് സീറ്റ് ഹോമേൻ ചായെങ്കിൽ അല്ലെ, ആ അവസ്ഥ വന്നു ചേരാൻ ഞാൻ ഇപ്പൊ അല്ലെ ശരീരം ഉപേക്ഷിച്ച് സീറ്റ് ഹോമിലേക്ക് പോകും. നമുക്ക് കാൽ ഖാന ഹി സക്ത, മനസ്സാല് ശരീരം ഉപേക്ഷിക്കുന്ന ഒരവസ്ഥ വരണമെന്ന് ബാബ പറയാൻ.
ആത്മാവിന് ശരിക്കും കാലിൽ വിഴുങ്ങാൻ കഴിയില്ല. സർപ്പ് കാ മിസാൽ വാസ്തവമേ സന്യാസി ദേ നഹീ സക്തേ. ഈ സർപ്പത്തിന്റെ ഉദാഹരണം സന്യാസിമാർക്കൊന്നും നൽകാൻ കഴിയില്ല. ഭ്രമരി കാ മിസാൽ പ്രവൃത്തി മാർഗവാലോങ്ക അല്ലേ. പിന്നെ ഭ്രമരിയുടെ ഉദാഹരണവും അത് പ്രവൃത്തി മാർഗത്തിൽപ്പെട്ടവരുടേതാണ്. സെക്കൻഡ് ജീവൻമുക്തി ദേ സക്തേ ഹി ജനോ മിസൽ അല്ലെ. പറയുന്ന എന്താണ്? സെക്കൻഡിൽ ജീവൻ മുക്തി നൽകാൻ കഴിയും ജനകനെ പോലെ. കോപ്പി കരുതേ. അവര് പറയുന്നത് എന്താണ്? സെക്കൻഡിൽ ജീവൻ മുക്തി നൽകാൻ കഴിയും ജനകനെ പോലെ. അപ്പൊ അവരെ അവിടെ കോപ്പി ചെയ്യണം, നമ്മുടെ കാര്യങ്ങൾ കോപ്പി ചെയ്യണം. ജീവൻ മുക്തി മേ ദോനോ ഹി ചാഹിയേ. അപ്പൊ അവിടെ ജീവൻ മുക്തിയില് രണ്ടും വേണമല്ലോ അല്ലെ, സുഖവും ശാന്തിയും വേണമല്ലോ. അപ്പൊ സന്യാസി ജീവൻ മുക്തി കൈസേ ദേ സക്തേ. ബാബ പറയാണ് സന്യാസി അപ്പൊ അവരെ ജീവനത്തിൽ രണ്ടും വേണമല്ലോ അല്ലെ, രണ്ടുപേരും വേണമല്ലോ. പ്രവൃത്തി മാർഗമാണല്ലോ അവിടെ. അപ്പൊ സന്യാസി ജീവൻമുക്തി കൈസേ ദേ സക്തേ. അവരുടെ സന്യാസിമാർക്ക് എങ്ങനെ ജീവൻമുക്തി നൽകാൻ കഴിയും? അപ്പൊ ബാബു കഥ ചലോ വാപ്പിസ് മുझे യാദ് കരോ തോ വികർ വിനാശ് ഹോംഗേ. ബാബു പറയ മക്കളെ അല്ലേ, വീട്ടിലേക്ക് മടങ്ങി പോകാം. എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വികർമ്മങ്ങളൊക്കെ വിനാശാവും. സജാക്കായെങ്കിൽ പദവി ഭ്രഷ്ട പോകും. അവരെ മടങ്ങി വീട്ടിലേക്ക് പോകണം. അപ്പൊ എന്നെ ഓർമ്മിച്ചാൽ നിങ്ങളുടെ വികർമ്മങ്ങളൊക്കെ വിനാശമാകും. അല്ല എങ്കിൽ വളരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ പദവിയും ഭ്രഷ്ടമാകും. അന്തമേ കോയിക്ക് യാദ് ആയി തോ ഫിർ പുനർജന്മത്തോ ലേനാ ഹി. ബാബ പറയാണ് അന്തിമ സമയത്ത് അല്ലെ, ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് മറ്റാരുടെയെങ്കിലും വ്യക്തിയുടെ ഓർമ്മ വന്നാൽ ബാബ പറയാണ് വീണ്ടും ഇവിടെ തന്നെ പുനർജന്മം എടുക്കേണ്ടി വരും. ഏഹേ യോഗ സേ ഹെൽത്ത്, ജ്ഞാൻ സേ വെൽത്ത്. ഇവിടെ യോഗയിലൂടെ ബാബയുടെ ഓർമ്മയിലൂടെ ഹെൽത്ത് ലഭിക്കുന്നു, ജ്ഞാനത്തിലൂടെ വെൽത്ത് ലഭിക്കുന്നു. സെക്കൻഡ് മേ ജീവൻ മുക്തി ഇസ്കോ കഹാ ജാതാ ഹൈ. ഇതിനെയാണ് സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പറയുന്നത്. पर इतने पैसे बर्बाद करने पढ़कने आदि की क्या दरकार है? इसलिए हेल्थ मिनिस्टर, एजुकेशन मिनिस्टर को समझाओ तुम एक हॉस्पिटल यूनिवर्सिटी खोलो तो तुमको बहुत फायदा होगा. അപ്പൊ ബാബ പറയാണ് ഇവിടെ സെക്കൻഡിലാണ് ഹെൽത്തും വെൽത്തും ലഭിക്കുന്നത്. അതുകൊണ്ട് ബാബ പറയാൻ നിങ്ങൾ എന്ത് വേണം അല്ലെ, ഹെൽത്ത് മിനിസ്റ്റർ ഉണ്ടല്ലോ അല്ലെ, അവർക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കണം. ഈ ഹോസ്പിറ്റലും യൂണിവേഴ്സിറ്റിയും തുറന്നാല് വളരെയധികം നേട്ടം ഉണ്ടാവും. ഹെൽത്തും കിട്ടും, വെൽത്തും കിട്ടും. വളരെയധികം നേട്ടം ഉണ്ടാകും ഈ ഹോസ്പിറ്റൽ കം യൂണിവേഴ്സിറ്റി തുറന്നാൽ പറഞ്ഞു കൊടുക്കണം. ജോ കരേങ്ക സോ പായേങ്ക. ഇനി ആരാണോ ചെയ്യുന്നത് അവർ എന്റെ പ്രാപ്തിയും അനുഭവിക്കും. സാഹുക്കരോങ്ക കാമ്പേ സാഹുക്കരോങ്ക ഉദ്ധാർ കരണം. ഗരീബി വാർസാലയത്തെ അവരുടെ സമ്പന്നയുടെ ജോലി എന്താണ് അല്ലെ, തന്റെ തരക്കാരെ ഉയർത്തുക. ബാബ പറയാണ് പാവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സമ്പത്ത് എടുക്കുന്നത്. ബാക്കി ജോ കരോഡ്പതി ഹേ ഉൻകെ ലിയെ കഹാ ഹുവാ ഹേ കിസ്കി ദബി रहेंगी धूल में पिछाड़ी में आग लगेंगी सब खत्म हो जाएगा. ബാബ പറയാണ് സമ്പന്നന്റെ ജോലി എന്താണ് അല്ല, സമ്പന്നരെ കുറിച്ച് എന്താ പറയുന്നത്? കോടിപതികളൊക്കെ ഉണ്ടല്ലോ ഇന്ന് ലോകത്തില്, അവരെ കുറിച്ച് എന്താ പറയപ്പെടുന്നത് അല്ലെ? അവരുടെ കോടികളുടെ സമ്പത്തൊക്കെ ഉണ്ടല്ലോ, അത് അവർ ചിലരുടേത് മണ്ണിലേക്ക് പോകും, ചിലരുടേത് ഗവൺമെന്റ് കണ്ടെടുക്കും, ചിലരുടേത് എന്താകും അല്ലെ, കള്ളന്മാര് മോഷ്ടിക്കും. ബാബ പറയാണ് ഇവിടെ അഗ്നി ആളിപ്പടരും, എല്ലാം നശിച്ചു പോകുന്നതാണ്. വിനാശിക്ക് പോലെ കുറിച്ച് കറിലേത്തോ കുറിച്ച് പതുകിലേക്ക് അവരെല്ലാം നശിക്കും അല്ലെ, ഏതെങ്കിലുമൊക്കെ പ്രകാരത്തിൽ നഷ്ടമാകും. അവർ പിന്നെ എന്തുകൊണ്ട് വിനാശത്തിന് മുൻപ് അല്ലെ എന്തെങ്കിലും ചെയ്തുകൂടാ? അപ്പൊ എന്തെങ്കിലും പദവിയെങ്കിലും കിട്ടുമല്ലോ, നഷ്ടപ്പെട്ടു പോയില്ലല്ലോ, എന്തെങ്കിലും പദവിയെങ്കിലും കിട്ടുമല്ലോ. മരണത്തോ ഹേ ഹേ. ബാബ പറയാണ് എല്ലാവർക്കും മരിച്ചേ മതിയാകൂ. ഡ്രാമക്ക അന്ത്വി ഹോനാ ഹേ. ഈ ഡ്രാമയുടെ അവസാനവും വരണം. ബാബ കിട്ടുന്ന അച്ഛൻ രീതി സംസാത്തേ ഹേ. നമുക്ക് ബാബ എത്ര നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നദിയാത്തോ ചക്ര ലഗാത്തിരത്തി അല്ലെ, നമ്മുടെ നദികള് അല്ലെ അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബാക്കി ബ്രഹ്മപുത്രാത്തോ ഏ ബ്രഹ്മഹിട്ടഹര.
ബ്രഹ്മപുത്ര നദി അതാരാണ്? ബ്രഹ്മബാബയാണ്. മമ ഹേ സരസ്വതി, മമ്മയാണെങ്കിൽ സരസ്വതിയാണ്. ബാക്കി ഹേ ജ്ഞാൻ ഗംഗായേ, ബാക്കി നമ്മളെല്ലാവരും ജ്ഞാനഗംഗകളാണ്. പാനിക്ക് ഗംഗായ പവൻ കൈസെ ബനായെങ്കിൽ, പവരണ വെള്ളത്തിന്റെ ഗംഗയുണ്ടല്ലോ, അതെങ്ങനെ നമ്മളെ പാവനമാക്കി മാറ്റും? കോയി മേള നഹി ഹേ, യഥാർത്ഥത്തിൽ അത് അവിടെ നടക്കുന്നത് മേളയൊന്നുമല്ല. ഏഹേ സച്ച മേള ജബ് ജീവ് ആത്മായും പരമാത്മാസെ മിൽത്തി ഹേ, സത്യമായ മേള ഇവിടെയാണ് നടക്കുന്നത്. അതായത് ജീവാത്മാക്കളും പരമാത്മാവുമായിട്ടുള്ള കൂടിക്കാഴ്ച. തബ് കാത്തേ ഹേ ആത്മാ പരമാത്മ അല്ലഗ് രഹേ ബഹുകാൽ, അതുകൊണ്ടാണ് പറയപ്പെടുന്നത് ആത്മാവും പരമാത്മാവും വളരെ കാലം പിരിഞ്ഞിരുന്നു. അപ്പൊ ജീവാത്മാക്ക മേള പരമാത്മാ സേഹി, ഇപ്പൊ നമ്മൾ ജീവാത്മാക്കളുടെ മേലെയാണ്. ആരുമായിട്ട്? പരമാത്മാവുമായിട്ട്. പരമാത്മനെ ഹി ജീവക്ക ലോൺ ലിയാ ഹെ, ഇനി പരമാത്മാവും ശരീരം ലോൺ എടുത്തിരിക്കുകയാണ്. അനഹിത പടായ കൈസെ, ബാബ ശരീരം ലോൺ എടുക്കുന്നില്ല എങ്കിൽ എങ്ങനെ ബാബ പഠിപ്പിക്കും? ഇസ്ലേ ഉൻകോ ശിവ ഭഗവാൻ കഹാ ജാതാ ഹെ, അതുകൊണ്ടാണ് ബാബയെ ശിവ ഭഗവാൻ എന്ന് പറയുന്നത്. ജിസ്മേ പ്രവേശ് കറിയാൻ ദേത്തെ ഹെ, ബാബ ഈ ബ്രഹ്മാവിൽ പ്രവേശിച്ച് കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നു. സരസ്വതിക്കോ കഹാ ജാതാ ഹെ ഗോഡസ് ഓഫ് നോളജ്, സരസ്വതിയെ പറയുന്നു വിദ്യാദേവി. ബ്രഹ്മാക്കോ ഹി നോളജ് ഹോഗി, സരസ്വതിക്ക് മാത്രമല്ല ബ്രഹ്മാവിനും ഈ ജ്ഞാനം ഉണ്ടാകും. ഉൻകോ നോളജ് ദേനെ വാല കോൺ, അപ്പോ അല്ല ഇവർക്ക് ജ്ഞാനം നൽകുന്ന ആരാണ്? ജ്ഞാൻ കാ സാഗർ, അല്ലെ ജ്ഞാനസാഗരനായ ബാബയാണ്. തുമാരെ പാസ് ഈ നോളജ് നമ്പർ വാർ പുരുഷാർത്ഥനുസാർ ഹേ, അവർ നിങ്ങൾ കുട്ടിയുടെ അടുത്തും ഈ ജ്ഞാനം നമ്പർ വാർ പുരുഷാർത്ഥം അനുസരിച്ചാണ്, അവരവരുടെ പുരുഷാർത്ഥം അനുസരിച്ചാണ്. तो ये नॉलेज धारण कर श्रीमत पर चलना है. അവരുടെ കുട്ടിയുടെ അടുത്തും അല്ല അവരുടെ പുരുഷാർത്ഥം അനുസരിച്ചാണ് ജ്ഞാനം ഉള്ളത്. അപ്പൊ കുട്ടികൾ ഈ ജ്ഞാനം സ്വയത്തിൽ ധാരണ ചെയ്തിട്ട് ബാബയുടെ ശ്രീമത് പ്രകാരം നടക്കണം. സാരാമതാർ പവിത്രതാ പറയേ, എല്ലാത്തിനും ആധാരം പവിത്രതയാണ്. ഇസ് पर ही अबलाओं पर अत्याचार होते, ബാബ പറയാണ് പവിത്രതയുടെ കാര്യത്തിലാണ് അബലകളായ അമ്മമാരുടെ മേലെ അത്യാചാരമൊക്കെ നടക്കുന്നു. ദ്രൗപദീനെ പുകാരാഹി, അല്ലെ പുരാണങ്ങളിലും പറയുന്നുണ്ട് ദ്രൗപദി ഈശ്വരനെ വിളിച്ചതായിട്ട്. സഹൻ കർത്തേ കർത്തേ 21 ജന്മോं के लिए नगन होने से बच जाती है. ബാബ പറയണ അമ്മമാര് സഹിച്ച് പിന്നെ 21 ജന്മത്തേക്ക് അല്ലെ ആ വസ്ത്രാക്ഷേപത്തിൽ നിന്ന് മുക്തരാകുകയാണ്. ഗീതാമേ ഭി ഹേ മേ സാധുങ്ക ഉദ്ധാർ കർത്താവും, അവരുടെ ഗീതയിൽ പോലും ഈശ്വരൻ പറയുന്നു ഞാൻ സാധുക്കളെയാണ് ഉദ്ധരിക്കുന്നത്. പറഞ്ഞു സാധു ലോകേശ്വർ സുന്നാത്തെ നഹി ഹേ, ബാബ പറയുന്ന സാധു സന്യാസിമാർക്ക് ഇങ്ങനെ ഈ കാര്യങ്ങളൊന്നും കേൾപ്പിക്കാൻ കഴിയില്ല. തും ജാനത്തെ ഹോ ഈ സമയ സാരി ദുനിയ റിശ്വത് ഖോർ ബൻ ഗയി ഹേ, इसलिए इन सबका विनाश होना ही है. जिनको वर्षा लेना होगा वही लेंगे. ബാബറെണ്ണ കുട്ടികൾ മനസ്സിലാക്കുന്നു ഈ സമയത്ത് മുഴുവൻ ലോകത്തിന്റെ അവസ്ഥ എന്താണ്. ബാബ പറയണ അത്രയും അല്ലെ അഴിമതിയിൽ മുങ്ങിക്കിടക്കണം മുഴുവൻ ലോകവും. അതുകൊണ്ട് ബാബ പറയാണ് അങ്ങനെയുള്ള ഈ ലോകത്തിന്റെ വിനാശം ഉണ്ടായേ മതിയാകൂ. ജിസ്കാ വർഷ ലേനാ ഹോഗ വഹി ലെങ്കെ, ഇതില് ആർക്കാണ് ഇവിടെ വന്ന് ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കേണ്ടതായിട്ടുള്ളത് അവര് വന്ന് ബാബയിൽ നിന്ന് സമ്പത്ത് എടുക്കും. ബാബാക്കോ കൈ വെച്ചാൻ കത്തി ഹേ അങ്കേരിയോ ഗർമേ ഹോത്തി തോ കിത്തന അച്ഛാ ഹോത്ത. ബാബയ്ക്ക് ചില കുട്ടികള് അല്ലെ ബാബയോട് പറയാറുണ്ട് ബാബ ഞങ്ങള് അല്ലെ എന്താണ് ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നൊക്കെ ചില കുട്ടികള് ബാബയോട് പറയാറുണ്ട്. സാവുക്കാർ ലോകത്ത് ഭാഗം നികലിനെ നഹി ദേത്തെ ഹേ, എന്തെന്ന് വെച്ചാൽ സമ്പന്നരാണെങ്കിൽ അവര് അല്ലെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും അനുവദിക്കില്ല. ബാബ ഹം കന്യായെ ഹൊത്തിത്തോ കിതന അച്ഛാ ഹോത്ത, ചിലര് പറയും ബാബ ഞങ്ങൾ കന്യകയായിരുന്നെങ്കിൽ എത്ര നല്ല കാര്യമായിരുന്നു എന്നൊക്കെ ബാബയുടെ പല കുട്ടികളും പറയാറുണ്ട്. മാതാവോ സീഡി ഉദാഹരണപ്പെടുത്തി, അപ്പൊ ചിലര് പറയും ബാബ ഞങ്ങൾ കന്യകയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതായത് അമ്മമാരാകുമ്പോ അല്ലെ വികാരത്തിന്റെ പടി അല്ലെ കയറിയല്ലോ, അപ്പൊ അത് ഇറങ്ങേണ്ടി വരുമല്ലോ.
വികാരത്തിന്റെ പടി ഇറങ്ങേണ്ടി വരുമല്ലോ. ബാബക്കാത്ത് വാസാലയല്ലോ. ബാബ പറയും, മക്കൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട സമ്പത്ത് മനുഷ്യർക്ക് മരണമേ ധൈര്യം നഹി ലഗ്തി ഹെ. ബാബ പറയാണ്, മനുഷ്യരെ മരിക്കുന്നതിൽ അധികം താമസമൊന്നുമില്ല. ആഫ്തെ ആദ്യ ബൗദ്ധ ഹോത്തി അല്ലെ, ആപത്തുകളൊക്കെ അത്രയധികം വന്നു ചേരുന്നു. ആപ്പസർ പപ്പനൊക്കെ ആത്മാവ് ശ്രമിച്ചു മുച്ചു പാപ്പു യാതുകരും. അവർ ഇത്രയും ചെയ്താൽ മതി, നിങ്ങൾ സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി ഞാനാകുന്ന അച്ഛനെ ഓർമ്മ. ചൗരാസനം പൂരേ ഹുയേ വാപ്പിസ് ഘർ ചലനാ ഹെ കി ഹാ ഹി ഗോതേ ഖാനേ. ബാബ ചോദിക്കാം, മക്കളെ നിങ്ങളുടെ 85 ജന്മം പൂർത്തിയായില്ലേ, നിങ്ങൾക്ക് മടങ്ങി പോകണ്ടേ വീട്ടിലേക്ക്, അതോ ഇവിടെ തന്നെ ഇങ്ങനെ അല്ലെ ഈ വിഷയസാഗരത്തില് മുങ്ങി പൊങ്ങി അല്ലെ കഴിഞ്ഞാൽ മതിയോ എന്ന് ബാബു ചോദിക്കാം. 84 ജന്മം പൂർത്തിയായില്ലേ, മടങ്ങി വീട്ടിലേക്ക് പോകണ്ടേ, അതോ ഇവിടെ തന്നെ ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ എന്ന് ബാബ ചോദിക്കാം. മന്മനാഭവ മധ്യച്ചി പോവാം. ബാബു പറയാൻ, മക്കളെ മന്മനാഭവ മധ്യച്ചി പോവാം. രാവണന്റെ വർഷേക്കോ ഭൂലോ, രാവണന്റെ സമ്പത്ത് അത് മറന്നിക്കും. രാവണ ശ്രാപ്പതേത്തെ, ഇനി രാവണാണെങ്കിൽ നമ്മൾ ശപിക്കുക ചെയ്യുന്നത്. ബാപ്പ കത്ത് വെച്ചേക്കനെങ്കിൽ വർഷം പായെങ്കിൽ ബാബ പറയാ അല്ലെ, നിങ്ങൾ അവിടെ കുട്ടിയായിട്ട് മാറുകയാണെങ്കിൽ സമ്പത്ത് നേടിയെടുക്കാൻ കഴിയും. ശ്രീമത് നഹി ചലെങ്കിൽ വർഷ കൈസെ പായെങ്കിൽ, ഇനി കുട്ടികൾ അവിടെ ശ്രീമത് പ്രകാരം നടക്കുന്നില്ല എങ്കിൽ എങ്ങനെ സമ്പത്ത് നേടിയെടുക്കാൻ കഴിയും? റുഹാനി ഹോസ്പിറ്റൽ കോട്ടേ ജാവും. ബാബയുടെ നിർദ്ദേശമാണ്, മക്കളെ ഈ ആത്മീയ ഹോസ്പിറ്റൽ തുറന്നുകൊണ്ടേ പോകും. ജമീൻ പടി രഹത്തി ഹെ, കിരായ പർ ദേ തോ ഭി അച്ഛാ ഹെ, ബഹുത് ഫായദ ഹെ. പറയാണ് അല്ലെ, സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുകയാണല്ലോ, പറയാണ് വാടകയ്ക്ക് നൽകിയാലും അല്ലെ അത് നല്ല കാര്യമാണ്, വളരെ നേട്ടം ഉണ്ടാവുമെന്ന് ബാബ പറയാണ്. അച്ഛാ മീठെ മീठെ സിഖിലതേ ബച്ചോं प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. रूहानी बच्चों की रूहानी बाप को नमस्ते. ധാരണയ്ക്കായിട്ട് പറഞ്ഞു, बाप के समीप आने के लिए रूहानी यात्रा पर रहना है. ബാബയുടെ സമീപത്തേക്ക് വരാൻ വേണ്ടി ആത്മീയ യാത്രയിൽ കഴിയണം. रात को जाग कर भी ये बुद्धि की यात्रा जरूर करनी है. രാത്രിയിൽ ഉണർന്നിരുന്നും ഈ ബുദ്ധിയുടെ യാത്ര തീർച്ചയായിട്ടും ചെയ്യണം. രാത്രിയിൽ ഉണർന്നിരുന്നു കൊണ്ടും ഈ ബുദ്ധിയുടെ യാത്ര തീർച്ചയായിട്ടും ചെയ്യണം. സച്ചേ സച്ചേ ബ്രാഹ്മണൻ 21 കുൽ കാ ഉദ്ധാർ കർണ ഹെ. സത്യസത്യമായ ബ്രാഹ്മണനായി 21 കുലത്തെ ഉദ്ധരിക്കണം. സ്വദർശൻ ചക്രധാരി ബന്ന ഹെ. സ്വദർശൻ ചക്രധാരിയായിട്ട് മാറണം. കാൽ पर विजय पाने के लिए इस पुराने काल से ममत्व निकाल देना है. കാലന്റെ മേലെ വിജയാകാൻ വേണ്ടി ഈ പഴയ തോലിൽ നിന്ന് അല്ലെ ശരീരത്തിനോടുള്ള മമത്വം കളയണം. വരദാനം. रूहानियत द्वारा वृत्ति दृष्टि बोल और कर्म को रॉयल बनाने वाले ब्रह्मा बाप समान भव. ആത്മീയതയിലൂടെ മനോവൃത്തി ദൃഷ്ടി വാക്കുകൾ കർമ്മത്തെ റോയലാക്കി മാറ്റുന്നവരായ ബ്രഹ്മാഭാവയ്ക്ക് സമാനമായി ഭവിക്കൂ. ആത്മീയതയിലൂടെ മനോവൃത്തി ദൃഷ്ടി വാക്ക് കർമ്മത്തെ റോയലാക്കി മാറ്റുന്നവരായ ബ്രഹ്മാഭാവയ്ക്ക് സമാനമായി ഭവിക്കൂ. ब्रह्मा बाबू के बोल चाल चेहरे और चलन में जो रॉयल्टी देखी उसमें ഫോളോ करो. ബ്രഹ്മാ ബാബയുടെ അല്ലെ വാക്കുകളിലും പെരുമാറ്റത്തിലും മുഖത്തിലും ചലനത്തിലും ഒക്കെ ഏതൊരു റോയൽറ്റി ആണോ കാണാൻ കഴിഞ്ഞത് അതിൽ ആ കാര്യത്തിൽ കുട്ടികൾ ബാബയെ ഫോളോ ചെയ്യും. അല്ലെ ബ്രഹ്മാ ബാബയുടെ വാക്കുകളിലും അല്ലെ പെരുമാറ്റത്തിലും മുഖത്തിലും ഒക്കെ ഏതൊരു റോയൽറ്റി ആണോ കാണാൻ കഴിഞ്ഞത് അല്ലെ കുട്ടികൾ അത് ഫോളോ ചെയ്യും. जैसे ब्रह्मा बाप ने कभी छोटी छोटी बातों में अपनी बुद्धि व समय नहीं दिया. ബ്രഹ്മാ ബാബ എങ്ങനെയായിരുന്നു? ഒരിക്കലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തൻ്റെ ബുദ്ധിയോ സമയമോ
നൽകിയില്ല. അല്ലെ, ബ്രഹ്മബാബ ഒരിക്കലും കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തന്റെ ബുദ്ധിയോ സമയമോ നൽകിയില്ല. उनके मुख से कभी साधारण बोल नहीं निकले, हर बोल युक्त युक्त अर्थात व्यर्थ भाव से परे अव्यक्त भाव और भावना वाले रहे. അപ്പൊ ബാബയുടെ മുഖത്തിലൂടെ ഒരിക്കലും സാധാരണ വാക്കുകൾ വന്നില്ല. ബാബയുടെ ഓരോ വാക്കും യുക്തിയുക്തം, അതായത് വ്യർത്ഥഭാവത്തിൽ നിന്നുപരി അവ്യക്ത ഭാവവും ഭാവനയും ഉള്ളതായിരുന്നു. അപ്പൊ ബാബയുടെ വാക്കുകള് അല്ലെ ഒരിക്കലും എന്താണ് വ്യർത്ഥമായ വാക്കുകൾ ബാബയുടെ മുഖത്തിൽ നിന്ന് ഉണ്ടായില്ല. ഓരോ വാക്കും എങ്ങനെയായിരുന്നു? യുക്തിയുക്തമായിരുന്നു, വ്യർത്ഥഭാവത്തിൽ നിന്ന് ഉപരി അവ്യക്ത ഭാവവും ഭാവനയും ഉള്ളതായിരുന്നു. उनकी वृत्ति हर आत्मा के प्रति सदा शुभ भावना शुभ कामना वाली रही. അല്ല, ബാബയുടെ മനോവൃത്തി എങ്ങനെയായിരുന്നു? ഓരോ ആത്മാവിനെ പ്രതിയും സദാ ശുഭഭാവന ശുഭകാമന ഉള്ളതായിരുന്നു. ദൃഷ്ടി സെ സബ്കോ ഫരിസ്തെ രൂപേ ദേഖാ. അല്ലെ, ദൃഷ്ടിയിലൂടെ ബാബ എല്ലാവരെയും ഫരിസ്ത രൂപത്തിൽ കണ്ടു. കർമ്മസെ സദാ സുഖദിയ സുഖിയ. നീ കർമ്മത്തിലൂടെ ബാബ എല്ലാവർക്കും സുഖം നൽകി, ഒരു സുഖമാണ് എടുത്തത്. ഐസെ ഫോളോ കരോ തവ് കഹെങ്കെ ബ്രഹ്മ ബാപ് സമാൻ. അല്ലെ, ഇങ്ങനെ ഓരോ കാര്യത്തിലും ബാബയെ ഫോളോ ചെയ്യും. അല്ലെ, വാക്കുകളിലും എന്താണ് മനോവൃത്തിയിലും അല്ലെ ദൃഷ്ടിയിലും കർമ്മത്തിലും അല്ലെ, അങ്ങനെ ഓരോ കാര്യത്തിലും ബാബയെ ഫോളോ ചെയ്യുമ്പോൾ പറയാം ബ്രഹ്മ ബാബയ്ക്ക് സമാനം. സ്ലോഗൻ. मेहनत के बजाय मोहब्बत के झूले में झूलना ही ശ്രേഷ്ഠ ഭാഗ്യവാൻ की നിശാനി है. പരിശ്രമത്തിന് പകരം സ്നേഹത്തിന്റെ ഊഞ്ഞാലിൽ ആടുക തന്നെയാണ് ശ്രേഷ്ഠമായ ഭാഗ്യവാന്റെ അടയാളം. പരിശ്രമത്തിന് പകരം സ്നേഹത്തിന്റെ ഊഞ്ഞാലിൽ ആടുക തന്നെയാണ് ശ്രേഷ്ഠമായ ഭാഗ്യവാനായ കുട്ടിയുടെ അടയാളം. അപ്പൊ ഇന്ന് ലവ്ലിൻ സ്ഥിതിയുടെ അനുഭവം ചെയ്യാനുള്ള പോയിന്റ്. जैसे लौकिक रीति से कोई किसके स्नेह में लवलीन होता है तो चेहरे से नैनों से वाणी से अनुभव होता है कि ये लवलीन है आशिक है. അപ്പൊ ഇതുപോലെ ലൗകിക രീതിയിൽ ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയുടെ സ്നേഹത്തില് ലവ്ലീൻ ആണെങ്കിൽ, ലയിച്ചിരിക്കുകയാണെങ്കിൽ അല്ലെ, അവരുടെ മുഖത്തിലൂടെ കണ്ണുകളിലൂടെ വാക്കുകളിലൂടെ അനുഭവപ്പെടും ഇവര് അല്ലെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്, അല്ലെ പ്രിയതമയായിട്ട് മാറിയിരിക്കുകയാണ്. ऐसे आंखों के अंदर बाप का स्नेह इमर्ज हो तो आपके बोल औरों को भी स्नेह में घायल कर देंगे. അതേപോലെ നിങ്ങളുടെ ഉള്ളില് ബാബയോടുള്ള സ്നേഹം ഇമർജായിരുന്നാല് അല്ലെ, ഉണർന്നിരുന്നാല്, സദാ ഉണർന്നിരുന്നാല്, അപ്പൊ നമ്മുടെ ഉള്ളില് നമുക്ക് ബാബയോടുള്ള സ്നേഹം ഉണർന്നിരിക്കുകയാണെങ്കിൽ നമ്മുടെ വാക്കുകള് മറ്റുള്ളവരെയും അല്ലെ ആ സ്നേഹത്തിലെ അല്ലെ ബാബയുടെ സ്നേഹത്തിലേക്ക് ആകർഷിപ്പിക്കുന്നതാണ്. ഓം ശാന്തി. ബാബു പറഞ്ഞു അല്ലെ, മധുരമായ കുട്ടികളെ, ജ്ഞാനരത്നങ്ങൾ ധാരണം ചെയ്ത് ആത്മീയ ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി തുറന്നുകൊണ്ടേ പോകും. അതിലൂടെ എല്ലാവർക്കും ഹെൽത്തും വെൽത്തും ലഭിക്കും. ബാബ ചോദിച്ചു, ബാബയുടെ ഏതൊരു കർത്തവ്യം മനുഷ്യർക്ക് ആർക്കും ചെയ്യാൻ കഴിയില്ല. അതായത് ആത്മാവിന് ജ്ഞാന ഇഞ്ചക്ഷൻ എടുത്ത് അല്ലെ ആത്മാവിനെ സദാകാലത്തേക്ക് നിരോഗിയാക്കി മാറ്റുക, ഈ കർത്തവ്യം മനുഷ്യർക്ക് ആർക്കും ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ആത്മാവിനെ കുറിച്ച് അവർ വിചാരിക്കുന്ന നിർലേപം എന്നാണ്. അപ്പൊ അവരെയാണ് ജ്ഞാന ഇഞ്ചക്ഷൻ, അപ്പൊ എങ്ങനെ എടുക്കാൻ കഴിയും? അപ്പൊ ഈ കർത്തവ്യം ഒരു അവിനാശി സർജനായ ബാബയുടേതാണ്. അങ്ങനെയുള്ള ജ്ഞാനയോഗത്തിന്റെ മരുന്ന് ബാബ നൽകുന്നു. അതിലൂടെ അരകൽപ്പത്തേക്ക് ആത്മാവും ശരീരവും രണ്ടും തന്നെ ഹെൽത്തിയും വെൽത്തിയുമായിട്ട് മാറുകയാണ്. ഓം ശാന്തി.